വെൽക്കം ടു ഓഡിയോ ഫയൽ. DM3 അങ്ങനെ ഒരു റൗട്ടർ ഉപയോഗിച്ച് ഐപാഡിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. അതിനായി ഒരു Cat 6 കേബിൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ DM3യിൽ പ്ലഗ് ചെയ്യുന്നു. എയർപോഡ് എക്സ്ട്രീം ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ള റൗട്ടറായിട്ട്. അതിൻ്റെ ഒരു ഇൻപുട്ടിൽ പ്ലഗ് ചെയ്യുന്നു. റൗട്ടർ പവർ ചെയ്ത് നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്തതിനു ശേഷം സെറ്റപ്പ് നമ്മളെ വൈഫൈ നെയിം ഏതാണെന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വൈഫൈയുടെ IP അഡ്രസ്സ് ഏതെന്ന് നോക്കുന്നു. ശേഷം DM3യിൽ വന്നിട്ട് സെറ്റപ്പ് നെറ്റ്വർക്ക് സെറ്റപ്പ് സ്റ്റാറ്റിക് IP ഇവിടെ നമുക്ക് IP കൊടുക്കാവുന്നതാണ്. ഐപാഡിൻ്റെ IP ആണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഗേറ്റ് വേ വന്നിട്ട് ലാസ്റ്റ് ഒരു നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് IP അഡ്രസ്സ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഓക്കെ. തിരിച്ച് ഐപാഡിൽ വന്നിട്ട് DM3 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുണ്ട് Yamaha DM3 IP അഡ്രസ്സ് ഇത് കണക്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. മിക്സറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഫേഡർ ഞാൻ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അതിവിടെ മിക്സറിൽ വരുന്നത്. ഇറ്റ് മീൻസ് ഐപാഡ് ആൻഡ് മിക്സർ ബോത്ത് ആർ സിങ്ക്. DM3യിൽ ഒരു ഐപാഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് മോണിറ്റർ സെൻഡ് ചെയ്യുന്നതും അതുപോലെ മറ്റു കൺട്രോൾസ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതും നോക്കാം. മാസ്റ്റർ ഫേഡറിനോട് ചേർന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് FX അതുപോലെ മിക്സ്. അതിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഫേഡേഴ്സിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് കാണാം. അതുപോലെ മിക്സ്, FX, മാട്രിക്സസ്. ഇപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് മാട്രിക്സിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ മാട്രിക്സിൻ്റെ ലെവൽ വയ്ക്കുന്നു. അതിനുശേഷം സ്റ്റീരിയോ മിക്സ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടുന്ന് സെൻഡ് ചെയ്യാവുന്നതാണ്. മാട്രിക്സ് 1 ലെഫ്റ്റ് സെൻഡ് ചെയ്തു, മാട്രിക്സ് 2 റൈറ്റ് സെൻഡ് ചെയ്യുന്നു. ഈ മിക്സിൽ നിന്ന് എക്സിറ്റ് ആവുന്നത് തൊട്ടതായ ഒരു എക്സിറ്റ് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ ഇപ്പോൾ ഐപാഡ് മിക്സ് മോഡിലായി. ഇങ്ങനെയാണ് സെൻഡ് ഓൺ ഫേഡറിലേക്ക് പോകുന്നത്.